2-3 ദിവസം മൂത്തമ്മയുണ്ടായിരുന്നു ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണേ. അപ്പോൾ വർത്താനമൊക്കെ പറഞ്ഞ് രാത്രി ലേറ്റായിട്ടാണ് കിടക്കാറുള്ളതും അതുപോലെ തന്നെ ലേറ്റായിട്ടാണ് എഴുന്നേക്കാറുള്ളതും. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ആ ഒരു വൈബായിരിക്കും വർത്താനവും കാര്യങ്ങളൊക്കെ. ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഠിച്ചിട്ടില്ലല്ലോ, കാര്യമായിട്ട് നോക്കിയിട്ടില്ലല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് ഇങ്ങനെ കുറച്ച് കുറ്റബോധം അടിക്കാറുണ്ട്. പക്ഷേ ഇനി 10th പ്രിലിംസിന് അത്ര ദിവസമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങനെ വെറുതെ ഇരുന്ന് ടൈം കളഞ്ഞിട്ട് അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. മൊത്തത്തിലൊന്ന് ടൈം ടേബിളും ടു ഡു ലിസ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതി വീണ്ടും ഒരു റീസ്റ്റാർട്ടിങ് പോലെ തന്നെ ഇനി വരുന്ന 21 ദിവസത്തേക്ക് ഒരു കൺസിസ്റ്റൻസി ചലഞ്ച് പോലെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു ദിവസം മിനിമം 4 മണിക്കൂറെങ്കിലും പഠിക്കാം. മിനിമമാണ് 4 മണിക്കൂർ എന്ന് പറഞ്ഞത്, മാക്സിമം എത്ര മണിക്കൂറാണെങ്കിലും പഠിക്കാം. ഇപ്പോൾ 8 മണിക്കൂർ പഠിക്കുന്നവരുണ്ട്, 10 മണിക്കൂർ, 15 മണിക്കൂറൊക്കെ പഠിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മളെ സിറ്റുവേഷൻ നോക്കി മടിയൊക്കെ മാറ്റി വെച്ച് മിനിമം ഒരു 4 മണിക്കൂർ പഠിക്കാം. ഞാനിത് എന്നോട് ചെയ്യുന്നൊരു ചലഞ്ചാണ്, എന്നോട് വെക്കുന്നൊരു ചലഞ്ചാണ്. നിങ്ങളോട് തന്നെ ഒരു ചലഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് എത്ര മണിക്കൂറാണ് മിനിമം പഠിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ മാക്സിമം എത്ര മണിക്കൂർ പഠിക്കാൻ പറ്റും എന്നിട്ട് ഒരു ബുക്കിൽ മാർക്ക് ചെയ്ത് പോവാം. PSC പഠിക്കുന്നവരിൽ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ വീട്ടമ്മമാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മണിക്കൂർ എന്ന് പറയുന്നത് ചെറിയൊരു സമയമല്ല. കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് അല്ലെങ്കിൽ കുറച്ച് ലേറ്റായിട്ട് ഉറങ്ങി അങ്ങനെയൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു 4 മണിക്കൂർ കണ്ടെത്തി അപ്പോൾ നമുക്ക് കുറച്ചധികം പഠിക്കുന്ന സമയത്ത് വെച്ചാൽ എക്സാം ഹാളിൽ പോകുമ്പോൾ കുറച്ച് കോൺഫിഡൻസ് കൂടുതലായിരിക്കും. എനിക്കിവിടുന്ന് പറയാനും ഭയങ്കര സിമ്പിളാണ്, നിങ്ങൾക്ക് ഇത് കേൾക്കാനും സിമ്പിളാണ്. പക്ഷേ അത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ശരിയായിട്ടുള്ളൊരു ടഫ്നെസ് മനസ്സിലാകുന്നത്. അപ്പോൾ മാക്സിമം നമുക്ക് ട്രൈ ചെയ്യാം. ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. കൺസിസ്റ്റൻസി ചലഞ്ച് പോലെ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണുള്ളത്. ബൈ.